നമ്മുടെ ഈ കൈ തൊട്ടാണ്ടല്ലോ നമ്മുടെ ശരീരത്തുള്ള എല്ലാ അസുഖവും പറയുന്ന ഒരു ലേഡി കേരളത്തിലുണ്ട്. ശരിക്കും പറഞ്ഞാല് അങ്ങനെ ഒരു ദൈവികമായ അനുഗ്രഹമുള്ള ഒരേ ഒരാള്. അദ്ദേഹത്തെ തേടിയിട്ടാണ് ഞാനിപ്പോ പോകുന്നത്. എന്റെ കൂട്ടത്തിൽ 1-2 പേരുണ്ട്, അവരൊന്ന് കാണിക്കണം. അതുകൂടാണ്ട് കുറെ ആൾക്കാരുടെ അനുഭവ സാക്ഷ്യത്തിന് വിളിച്ചില്ല. അപ്പൊ നിങ്ങളുടെ എല്ലാ അസുഖവും ഡോക്ടർ തുറന്നു പറയും. ഡോക്ടറുടെ അടുത്ത് ആദ്യമായിട്ട് വരുന്നല്ലേ? അതെ, ആദ്യമായിട്ട് വരും. ഡോക്ടർ നാടി പിടിച്ച് നോക്കിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ എത്ര ശതമാനം സത്യമാണ്? 100% ശരിയാണ്. അത്ഭുതം തോന്നുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെ ഡോക്ടർ പറഞ്ഞ സത്യമാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സുഹൃത്ത് സാമിനെയും കൊണ്ട് ഞാൻ ഡോക്ടർ കൃഷ്ണപുരയുടെ അടുത്തേക്ക് ചെന്നു. ഡോക്ടർ അങ്ങനെ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ എന്നാ പറയുന്നു എന്ന് അറിയാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. അതേ കണ്ടില്ലേ, ഡോക്ടർ പൾസ് പിടിച്ചുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യാണ്. എന്നിട്ട് വേണം ഇനി ഓരോ രോഗങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതവിടെ വെളിപ്പെടുത്താൻ. അപ്പോൾ ഈ അത്ഭുത കാഴ്ച കാണാൻ നിങ്ങൾ ഇവിടെ തന്നെ വരണം. നമ്മൾ എത്രയോ ലക്ഷം രൂപയൊക്കെ സ്കാൻ ചെയ്തും അല്ലാതെയൊക്കെ നമ്മൾ കളയുന്നുണ്ട്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് വന്നാൽ A to Z കാര്യങ്ങൾ തുറന്ന് നമ്മളോട് സംസാരിക്കും. അപ്പോൾ അതിനുള്ള പ്രതിവിധിയും കാര്യങ്ങളും ഏതൊക്കെ ബ്ലഡ് ടെസ്റ്റ് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതും ഡോക്ടർ പറയും. വയറ്റിൽ നല്ല ഗ്യാസ് കാണിക്കുന്നുണ്ട് കേട്ടോ. വയറ്റിൽ നിന്ന് പോകുന്നുണ്ടെങ്കിലും ക്ലിയർ അല്ല. വയറ് ചില ഭക്ഷണങ്ങളൊക്കെ കഴിച്ചാൽ നമുക്ക് വയറിൽ ഒരു കമ്പനം പോലത്തുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ എരിച്ചില്, പുളിച്ചു തികട്ടല്, അങ്ങനത്തെ ഉള്ള കംപ്ലയിൻസ് ഉണ്ട്. ഗ്യാസ്ട്രൈറ്റിസ് ആണ്. അസിഡിറ്റിയുടെ നല്ല തുടക്കം കാണിക്കുന്നുണ്ട്. നമ്മൾ എരിവ്, പുളി പോലത്തുള്ള ഭക്ഷണങ്ങളൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. തലവേദന വരാറുണ്ടല്ലോ അല്ലേ ഇടയ്ക്ക്? മൈഗ്രെയിൻ്റെ കംപ്ലൈൻ്റ് ഉണ്ട്. നമുക്ക് ഉറക്കവും കുറവാണ്. നല്ലൊരു കംപ്ലീറ്റ് സ്ലീപ്പ് കിട്ടുന്നില്ല. നമുക്ക് എന്താ പറയുക, ഒരു ഉന്മേഷം കിട്ടാനുള്ള ഒരു ഉറക്കം നമുക്ക് നന്നായിട്ട് കിട്ടുന്നില്ല. ഉറക്കത്തിൻ്റെ അളവ് കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു ക്ഷീണം, തളർച്ചയൊക്കെ ഉണ്ടാവാം. നടുവിൻ്റെ നട്ടലുകൾക്ക് ചെറിയ തേയ്മാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ബൾജിങ് കാണിക്കുന്നുണ്ട്. വലിയ പ്രശ്നമായിട്ടല്ല, പക്ഷെ ചെറിയ ബൾജാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്ട്രെങ്തനിങ് ആയിട്ടുള്ള എക്സസൈസുകളൊക്കെ ഒന്ന് ചെയ്യുക. അതുപോലെ തന്നെ ബൈക്ക് റൈഡിങ് ഒക്കെ ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. കൂടുതലായിട്ട് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ചെറിയ തേയ്മാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ബലക്കുറവും കാണിക്കുന്നുണ്ട്. അപ്പോൾ കുറേ നേരം കുനിഞ്ഞു നിന്നിട്ടൊക്കെ നിവരുമ്പോഴത്തേക്കും നമുക്കൊരു പിടുത്തം പോലത്തെ വേദന ഉണ്ടാവും കേട്ടോ. ടെന്നീസ് എൽബോ ഉണ്ട്, നമ്മുടെ കൈമുട്ടിൻ്റെ എല്ലിന് ചെറിയ തേയ്മാനം. അത് എപ്പോഴും നമുക്ക് വേദന അറിയണമെന്നില്ല. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് എന്തെങ്കിലും എഴുതുമോ, അല്ലെങ്കിൽ കുറേ നേരം ബൈക്ക് ഓടിച്ചു കഴിഞ്ഞ്, അല്ലെങ്കിൽ കുറേ നേരം എന്തെങ്കിലും വെട്ടുമോ, കൈക്ക് കൂടുതലായിട്ട് പണി വരുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലായിട്ട് അറിയുന്നത്. ചെറിയ നീർക്കെട്ടലും കാണിക്കും. മുട്ടിന് ചെറിയ തേയ്മാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴോ നടക്കുമ്പോഴോ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ മുട്ട് പിടിക്കുന്ന പോലത്തെ ഒരു അവസ്ഥ. മുട്ടിന് നീർക്കെട്ടലും ഉണ്ട് കേട്ടോ. ചിലപ്പോൾ നമ്മൾ തെറ്റാൻ പോണത് പോലത്തെ ഒരു ബുദ്ധിമുട്ടും ഇടയ്ക്കുണ്ടാവും. മുട്ടിന് തേയ്മാനാണ്. അകത്തുള്ള ലിഗമെന്റുകൾക്ക്, മെനിസ്കസിനൊക്കെ ബലക്കുറവ് വരുന്നത് കൊണ്ടാണ് അത് വരുന്നത്. ചെറിയ വെരിക്കോസും കാണിക്കുന്നുണ്ട്. ഇന്റേണൽ വെരിക്കോസാണ് കൂടുതലായിട്ടുള്ളത്. പുറമേ കാണുന്ന വെരിക്കോസുകൾ കുറവായിരിക്കും. അപ്പം നമുക്ക് കൂടുതലായിട്ട് കാല് കെട്ട് കഴിക്കുന്ന പോലത്തെ വേദന, അല്ലെങ്കിൽ മസിൽ കയറുന്ന പോലത്തുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. തൊടയിൽ നീർക്കെട്ടൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ചെറിയ യൂറിനറി ഇൻഫെക്ഷൻ കാണിക്കുന്നുണ്ട്. വെള്ളം കുറയാതെ നന്നായിട്ട് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വരും. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സാമ, ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എത്ര ശതമാനം സത്യമാണ്? എല്ലാ കാര്യം സത്യമാണ്. ഡോക്ടർ പൾസിന് മുന്നിലെ വാഹനങ്ങളുടെ തിരക്ക് കണ്ടോ? അപ്പോൾ ഇവിടെ കുറേ രോഗങ്ങൾക്ക് ചികിത്സയുണ്ട്. അപ്പോൾ നല്ല മരുന്ന് വേണമെങ്കിൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയണമെങ്കിൽ ഡോക്ടറുടെ അടുത്തേക്ക് ഓടി വായോ. ഡോക്ടർ പൾസ് പിടിച്ച് നോക്കി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ട് പറയും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ കിട്ടും. കണ്ടില്ലേ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് വളരെ ലിസ്റ്റ് ചെയ്ത് അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പൾസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഡോക്ടർ കൃഷ്ണപ്രിയയുടെ അടുത്താണ് ഞാനിരിക്കുന്നത്. ഞാൻ ഇവിടെ പല രോഗികളും വന്നപ്പോൾ അവരൊക്കെ ഞാൻ ചെക്ക് ചെയ്തു, എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് അതിശയം തോന്നി. അവർ പറയുന്നത്, എല്ലാവരും പറയുന്നു, രോഗികൾ പറയുന്ന ഒരു കാര്യം 100% ശരിയാണെന്ന്. ഒരു കൈ പിടിച്ച് നോക്കിയിട്ട് ഇന്ന പ്രശ്നങ്ങൾ, അത് നിങ്ങളുടെ ദീർഘതലം മുതൽ ഉള്ളംകാല് വരെയുള്ള പ്രശ്നങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല. കാരണം സ്കാൻ ചെയ്താൽ പോലും എല്ലാ അസുഖങ്ങളും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഡോക്ടർ കൃഷ്ണപുരയോട് തന്നെ ചോദിക്കാം, ഈ എങ്ങനെയാണ് ഈ അത്ഭുത പ്രതിഭാസം അത്ഭുതമൊന്നുമില്ല, അത് ശാസ്ത്രം തന്നെയാണ്. നമ്മളുടെ പണ്ട് നമ്മുടെ സിദ്ധന്മാര്, അല്ലെങ്കിൽ നമ്മളുടെ
ഒരുപാട് വൈദ്യന്മാർ, പൂർവിക വൈദ്യന്മാർ ഒരുപാട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴാണല്ലോ നമുക്ക് സയൻസ് ഡെവലപ്പ് ചെയ്യുക, സ്റ്റെതസ്കോപ്പ്, MRI പോലുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴാണല്ലോ വന്നത്. ഞാൻ ആക്ച്വലി പഠിച്ചത് സിദ്ധയാണ്, ശാന്തിഗിരി സിദ്ധൻ മെഡിക്കൽ കോളേജ് പോത്തങ്കോട് ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. അപ്പം നമുക്ക് ശാസ്ത്രത്തിലും പഠിക്കാനുണ്ട്. പൾസ് റീഡിംഗ് എന്ന് പറയുന്ന ഒരു നമ്മളുടെ സിദ്ധയിലെ ഒരു ശാസ്ത്രമാണ്, ഡയഗ്നോസിങ് മെത്തേഡാണ് ഈ പൾസ് റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് എങ്ങനെ ആക്യുറസി കൊണ്ടുവരാം, നമ്മൾ രോഗങ്ങൾ എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം എന്നുള്ളതാണ് ചെയ്തത്. എന്നെ പഠിപ്പിച്ചത് എന്റെ ഹസ്ബൻഡ് തന്നെയാണ്, ഡോക്ടർ വിഷ്ണു. അപ്പൊ ഡോക്ടറിന്റെ അണ്ടറിൽ നിന്ന് കണ്ട് കേട്ടും ഡോക്ടറിന്റെ അനുഭവത്തിലൂടെയും കണ്ടു പഠിച്ചതാണ്. അതെ അതെ, ഡോക്ടർ വിഷ്ണു മോഹൻ. ഇന്ന് ഇവിടെ ഇല്ല, ഞാൻ തിങ്കൾ തൊട്ട് വെള്ളി വരെ ഇവിടെ, ഡോക്ടർ ശനിയാഴ്ച മാത്രമേ ഉണ്ടാവും. അപ്പോ ഇവിടെ വരുന്ന പല രോഗികളോട് ചോദിച്ചപ്പോ ഭയങ്കര തൃപ്തരാണ് അവര്. അപ്പൊ ഇത് എവിടെ സ്ഥലം എന്ന് ചോദിച്ചാല് നമ്മുടെ കൃത്യം സ്ഥലം ഇവിടെ നമ്മള് തൃക്കാക്കര അമ്പലത്തിനടുത്ത് കരിമക്കാട് അക്ഷയ കേന്ദ്രത്തിന്റെ അടുത്താണ്. കളമശ്ശേരി പൈപ്പ് ലൈൻ റോഡ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് നമ്പറിൽ ഇവിടെ വിളിച്ചാൽ കോൾ എടുക്കുന്ന ആളുണ്ട്. ഡോക്ടർ ഇവിടെ എപ്പോഴും ഫ്രീ ആണ്, നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് നല്ല സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്ത് തരും. എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങളെന്നും അതിന് പ്രതിവിധി എന്താ നമുക്ക് കൃത്യമായിട്ട് പറയും. എന്തായാലും ഡോക്ടറെ ഒരുപാട് സന്തോഷം. ഒത്തിരി പേർക്ക് ഇതുപോലെ എന്താ പറയുക, ടെൻഷൻ ഫ്രീ ആയിട്ട് വേറെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റട്ടെ. താങ്ക് യു. തിങ്കൾ മുതൽ വെള്ളി വരെ ഞാനിവിടെ എറണാകുളത്ത് ഡോക്ടർ പൾസ് എന്ന് പറയുന്ന ക്ലിനിക്കിലാണ് ഉള്ളത്. ശനിയാഴ്ച ദിവസം രാവിലെ നമ്മൾ കോട്ടയത്ത് കല്ലറയിൽ നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു ബ്രാഞ്ച് ഉണ്ട്, നമ്മുടെ സ്വന്തം ക്ലിനിക്കാണ്, അവിടെയുണ്ട്. ഒരു 8:30 വരെ ഉണ്ടാവും. പിന്നെ ശനിയാഴ്ച ദിവസം മാർസ്ലീവ മെഡിസിറ്റി പാല ചേർപ്പുങ്കലിലാണ് എൻ്റെ കൺസൾട്ടേഷൻ ഉള്ളത്. അവിടെ നമുക്ക് IP സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ട്രീറ്റ്മെൻറ്റ്സ് കൂടുതലായിട്ട് നമ്മൾ നടുവേദന, കഴുത്തുവേദന, ഈ ഡിസ്ക് ബൾജ് സംബന്ധമായ പ്രശ്നങ്ങൾക്കാണ് നമ്മൾ കിടത്തി ചികിത്സിക്കുന്നത്. അത് രോഗികളെ നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം. ബാക്കി എല്ലാ രോഗങ്ങളും പൾസ് നോക്കി പറഞ്ഞ് അതിനാവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്.